നമസ്കാരം കൂട്ടുകാരെ, രാജേഷ് കുമാറാണ്. കൂട്ടുകാരെ, ഞാൻ ഈ വീഡിയോ ചെയ്യേണ്ടെന്ന് വെച്ചിരുന്നാലും മനസ്സനുഭവിക്കുന്നില്ല കൂട്ടുകാരെ. ഭയങ്കര വിഷമമാണ്. ഇപ്പം എല്ലായിടത്തും വിഷയം ആ കോഴിക്കോടുള്ള ദീപക് എന്നുള്ള ആ ഒരു മനുഷ്യനെ കുറിച്ചാണ്. കഷ്ടമാണ്. എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾക്ക് നിങ്ങളെ കുടുംബത്തിൽ ആണിൻ്റെ രൂപത്തിൽ, നിൻ്റെ അച്ഛൻ്റെ രൂപത്തിൽ, സഹോദരൻ്റെ രൂപത്തിൽ, മോൻ്റെ രൂപത്തിൽ ആണുങ്ങളില്ലേ നിങ്ങളെ വീട്ടിൽ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആണുങ്ങൾക്ക് കാണുന്ന രൂപം മാത്രമേ ഉള്ളൂ. അവരെല്ലാവരും നിഷ്കളങ്കരാണ്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളെപ്പോലത്തെ മനക്കട്ടിയോ അങ്ങനത്തെ ധൈര്യമൊന്നും ഇല്ലാത്ത ആൾക്കാരാണ്. പാവങ്ങളാണ് ഈ ആണുങ്ങളെന്ന് വെച്ചാൽ. അവരെന്തുമാത്രം അഡ്ജസ്റ്റ്മെൻറ്റിലും ടെൻഷൻ ഉണ്ടെങ്കിലും അവർ പുറത്തറിയിക്കാറില്ല. നിങ്ങളെ വീട്ടിൽ നിങ്ങളെ അച്ഛൻ ആണാണ്, സഹോദരൻ ആണാണ്, മോൻ ആണാണ്, എല്ലാവരും ആണിൻ്റെ രൂപത്തിൽ. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയാണ്, ഒരു ആണായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ അവൻ പഠിച്ച് ഒരു 18-19 വയസ്സിലാകുമ്പം, അല്ലെങ്കിൽ 16-ാമത്തെ വയസ്സിലും ജോലിക്ക് ഇറങ്ങുന്ന ആണുങ്ങളുണ്ട്. നിങ്ങൾ പെണ്ണുങ്ങൾ വീട്ടിൽ നിന്ന് വെളിയിറങ്ങില്ല. ഇവൻ അധ്വാനിച്ച് ആ കുടുംബം നോക്കി പെങ്ങളെ കെട്ടിച്ച് വിട്ട്, അത് കഴിഞ്ഞിട്ട് ഇവൻ കല്യാണം കഴിച്ച് കുഞ്ഞുങ്ങളുണ്ടായി അവരെ നോക്കണം. ഫുൾ ടൈം ഇവർക്ക്, ഞാൻ ഉൾപ്പെടുന്ന ആണുങ്ങൾ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ്. ഒരു ദിവസമാണ്, ആഴ്ചയിൽ ഒരു ദിവസം വല്ല ലീവ് കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾ പൊതുവേ വീട്ടിൽ നിൽക്കാറില്ല. ജോലി പ്രാരാബ്ദങ്ങൾ എല്ലാം തലയിലേറ്റി നടക്കുന്നവരാണ് ഈ ആണുങ്ങൾ. നിസ്സാരം, ഒരു വ്യക്തിയെ നശിപ്പിക്കാൻ നിസ്സാര സമയം മതി. സത്യം പറഞ്ഞാൽ വളരെ വിഷമമുണ്ട്. നമ്മളൊരു കൂടപ്പിറപ്പ് നഷ്ടപ്പെട്ട ഒരു ഫീലിംഗാണ് എനിക്കുള്ളത്. ഉറക്കമില്ല. ഈ ചിന്ത തന്നെയാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഇങ്ങനത്തെ മണ്ടത്തരം, ഈ റീച്ച് കിട്ടാൻ വേണ്ടി ഒരു ഫാമിലിയെ ഇല്ലാതാക്കി കളയരുത്. ഇനിയൊരു സംഭവം ഇവിടെ ഉണ്ടാവരുത്. എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. സത്യം പറഞ്ഞാൽ വളരെ വിഷമമുണ്ട്. നിങ്ങൾക്ക് റീച്ച് കൂടണമെങ്കിൽ ഇത്ര നല്ല കാര്യങ്ങളുണ്ട് ഈ ലോകത്ത് ചെയ്യാൻ. നിങ്ങളെ കണ്ണോക്കാനുള്ള ലിവറോ അല്ലെങ്കിൽ ദാനം കൊടുത്ത്, അല്ലെങ്കിൽ അന്നദാനങ്ങൾ കൊടുത്ത്, പാവങ്ങളെ സഹായിച്ച്, അങ്ങനെ നിങ്ങളുണ്ടാക്കുന്ന റീച്ച് നിങ്ങളെ ലൈഫ് ലോങ്, അല്ലെങ്കിൽ നിങ്ങളുടെ മരണശേഷവും ആൾക്കാർ ഓർക്കും. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു വരുന്ന കൂട്ടരെ, ഈ വ്യക്തി, ആ ലേഡി ഒളിവി പോവുകയാണ്. അവൾ ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും അവളെ പിടികൂടണമെന്നവരെ ഈ ചർച്ച നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുപോവുക. കാര്യം എന്ന് വെച്ചാൽ, ഇനി അടുത്തൊരു വാർത്ത വരുമ്പം ഇതെല്ലാം ആൾക്കാർ മറക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. പറ്റുമെങ്കിൽ ഈ ദീപക് എന്ന വ്യക്തിയുടെ സഞ്ചയന ദിവസം എല്ലാവരും പുള്ളിക്കാരൻ്റെ പ്രൊഫൈല് ഇടുക. ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റയിലായാലും ഏത് സോഷ്യൽ മീഡിയയാണ് ഉപയോഗിക്കുന്നത് അത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ചെയ്യുക. പ്രതിഷേധം എന്ന് വെച്ചാൽ ആ ലേഡിയെ കിട്ടുന്നത് വരെ നമ്മളിങ്ങനെ പ്രതികരിച്ചുകൊണ്ടിരിക്കണം. ഏത് പാതാളത്തിൽ പോയാലും അവൾക്ക് ശാപം പിടിച്ച് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. ചിലപ്പം അവളെ വെറുതെ വിടുമായിരിക്കും, പക്ഷേ നമ്മളെ ഇത്രയും കോടി ജനങ്ങളുടെ ശാപം അവളെ പിന്തുടരും. അത് 100% ഉറപ്പാണ്. നിങ്ങളെ ശപിച്ചിട്ടുണ്ടല്ലോ, ആ ശാപം എന്തൊക്കെയാണ് ശപിച്ചതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ഇടും. എത്ര തലമുറ ഈ ശാപം പിന്തുടരുമെന്നറിയാമോ? ഇവിടെ തലമുറയോട് തീരില്ല. ഒരു 38-40 വയസ്സിനകത്തുള്ള ഒരു ആൺതരി പോവുകയാണ്. ആ അച്ഛനും അമ്മേരെയും ആ ഒരു ഫീലിംഗ് നിങ്ങളൊന്ന് ഓർത്തു നോക്കുകയാണ്. ഇത്രയും വർഷം നല്ലൊരു വ്യക്തിയായിട്ട് ജീവിച്ചൊരു വ്യക്തി. പിന്നെ നിങ്ങൾക്ക് റീച്ച് കൂടണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളി, ഞാൻ വരാം. എനിക്ക് വേറെ വിഷയമൊന്നുമില്ല. എനിക്കും റീച്ച് ആവാമല്ലോ. അതൊക്കെ കാണിക്കുന്നത് വളരെ മോശമാണ്. ഇന്നിപ്പോൾ ഞാൻ ബസ്സിൽ നിന്ന് യാത്ര ചെയ്തു. അപ്പോൾ ഒരു സഹോദരി അടുത്ത് ഇവിടെ ഒന്ന് ഇരുന്നോട്ടാ. സത്യം പറഞ്ഞാൽ ആ പെണ്ണ് ചിരിക്കണം. എന്ന് വെച്ചാൽ ചേട്ടാ ഇരുന്നു. നല്ല പെണ്ണുങ്ങളുണ്ടെന്നേ. ഈ ബോഡി ടച്ച് അറിയാതെ ടച്ച് ചെയ്തെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണ് നഷ്ടപ്പെടുന്നത്? മനഃപൂർവ്വം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ പ്രതികരിക്കുക. മനുഷ്യനായിട്ട് എത്ര മണിക്കൂർ, എത്ര മിനിറ്റ്, എത്ര സെക്കൻഡേ നമ്മൾ ഈ ഭൂമിയിലുള്ളൂ. ഇത് ഒന്നീ കത്തിച്ചളയും, ഇല്ലെങ്കിൽ കുഴിച്ചിടും. ഇത്രയേ ഉള്ളൂ മനുഷ്യൻ. ജീവിക്കുമ്പോൾ നല്ല കാര്യങ്ങൾ, നല്ല പ്രവൃത്തികൾ ചെയ്ത് നല്ല മനുഷ്യനായിട്ട് മരിക്കുക.
മുകളിലൊരു ദൈവത്തിൻ്റെ ഒരു കോടതി ഉണ്ട്. ശംഭൂ. ആ വ്യക്തിയെ കിട്ടുന്നവരെ നമ്മൾ നിരന്തരം ഇതിങ്ങനെ വീഡിയോസ് അല്ലെങ്കിൽ ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ നമ്മളിവിടെ ഈ സോഷ്യൽ മീഡിയയിൽ വേറെ ഏതെങ്കിലും ഒരു സംഭവം ഇതിൽ ഇടയിൽ കയറി വന്നു കഴിഞ്ഞാൽ ഇതങ്ങ് മറക്കും. ഒരിക്കലും മറക്കൽ കൂട്ടുകാരെ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, മധു എന്നൊരു ആദിവാസി ഒരു ആൾ ആര്യമോട്ടിച്ചെന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ആൾക്കാരെ അടിച്ചു കൊന്നു പട്ടിയെ പോലെ. അതിനുശേഷം എന്തുമാത്രം സംഭവങ്ങൾ ഇവിടെ ഉണ്ടായി. വെള്ളപ്പൊക്കം, കൊറോണ, മഹാമാരികൾ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശാപമാണ്. നമ്മൾ ആരെയും ഉപദ്രവിക്കില്ല, ആരെ നമുക്ക് നശിപ്പിക്കുക എളുപ്പമെന്നേ. കൈപിടിച്ച് ഉയർത്താൻ വല്ല പാടാ. കഴിയുന്നത് ആർക്കൊരു ദ്രോഹത്തിനും ചെയ്യരുത്. നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ല പ്രവൃത്തികൾ ചെയ്യുക. ഒരു നേരത്തെ ആഹാരം ആർക്കെങ്കിലും ഒന്ന് വാങ്ങിച്ചു കൊടുക്കുക. എൻ്റെ സഹോദരിമാർ ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കുക. നിങ്ങളെ വീട്ടിൽ നിങ്ങളെ അച്ഛനാണാണ്, സഹോദരനാണാണ്, നിങ്ങളെ മോനാണാണ്. കഷ്ടപ്പെടുന്നൊരു സമൂഹമാണ് ഈ ആണെന്ന് പറയുന്ന സംഭവം. അവൻ കൊച്ചിലേ അവൻ്റെ പ്രാരാബ്ദങ്ങൾ ഏറ്റെടുത്ത് സഹോദരന്മാരെ കല്യാണം കഴിപ്പിച്ചു വിടുന്നു, അടുത്തവന് കുടുംബമാവുന്നു, ജോലി ടെൻഷൻ. അതിനിടയിൽ അവൻ്റെ ടെൻഷൻ അവൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കും, അവൻ പുറത്ത് പ്രകടിപ്പിക്കാൻ പറ്റില്ല. എന്നുവെച്ചാൽ ഒരു ഗ്രഹനാഥനാണ്. മനസ്സിലാവുന്നുണ്ടോ? പെണ്ണുങ്ങൾക്ക് ലിമിറ്റേഷൻ ഉണ്ട്. അവർ 16-18 വയസ്സിലൊന്നും അവർ ജോലിക്കൊന്നും ഇറങ്ങില്ല. ആണുങ്ങൾ പാവങ്ങളാണ്. ഇപ്പം ഞാൻ ഉൾപ്പെടുന്ന ആൾക്കാർ, നമ്മളിപ്പം സംസാരിക്കുമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കൊരു മനസാക്ഷി എന്നൊരു സംഭവമുണ്ട്. എനിക്കും 2 പെൺകുട്ടികളാണ്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ആർക്കും ഒരു ദ്രോഹത്തിനും ചെയ്യില്ല. നിങ്ങൾക്ക് റീച്ച് കൂടെ എത്ര നല്ല നല്ല കാര്യങ്ങൾ ഈ ലോകത്തുണ്ട് സഹോദരന്മാരെ. ഇതെന്ന് എൻ്റെ ഈ പറഞ്ഞ ഓരോ വാക്കും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന, ഹൃദയത്തിൽ നിന്ന് വരുന്ന എൻ്റെ സംസാരമാണ്. എത്രത്തോളം വിഷമമുണ്ടെന്ന് അതായത് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഈ കാര്യങ്ങൾ ചിന്തിച്ച് ഇനി അവളെ പിടിക്കുന്നവരെ ഞാൻ വീഡിയോ ചെയ്യും. അത് ഏടെ പാതാളത്തിൽ പോയി ഒളിച്ചാലും അവളെ പൊക്കും. അത് 100% ഉറപ്പാണ്. നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. പക്ഷേ ആരൊക്കെ എന്തൊക്കെ വെറുതെ വിട്ടാലും ഇത്രയും കോടി ജനങ്ങളുടെ ശാപം നിങ്ങൾ ശപിച്ചത് എൻ്റെ കമൻ്റായിട്ടൊന്ന് ഇടണേ. എന്നെ ശപിക്കില്ലേ. ഓക്കെ, ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. മാക്സിമം നമുക്കിത് അവളെ പിടിക്കുന്നവരെ സോഷ്യൽ മീഡിയയിൽ നമ്മളിത് ചർച്ച ചെയ്യണം. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ പറ്റുമെങ്കിൽ എനിക്കും കോഴിക്കോട് പോകണമെന്നുണ്ട്. പുള്ളിക്കാരൻ്റെ വീട് അച്ഛനമ്മയും ഒന്ന് കാണണം എന്ന് ഒരാഗ്രഹമുണ്ട്. അത് ഞാൻ എന്തായാലും പോവും. അതായത് ആ ദീപക്കിന് പകരക്കാരനാവാൻ നമ്മളെ കൊണ്ട് പറ്റില്ലെങ്കിലും ആ അച്ഛനും അമ്മയും നമുക്ക് ആശ്വസിപ്പിക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? പകരക്കാരനാവാൻ പറ്റില്ല. അച്ഛൻ തന്നെ വേണം, മോൻ തന്നെ വേണം. മക്കൾക്ക് എൻ്റെ മക്കൾക്ക് ഇപ്പം എനിക്കെന്ത് സംഭവിച്ചാൽ പകരക്കാരൻ ആർക്കും ആവാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മൾ ശ്രദ്ധിക്കുക, ഇങ്ങനത്തെ സംഭവങ്ങൾ ഇനി ഇവിടെ ഉണ്ടാവരുത്. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ കണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. യൂട്യൂബിൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളൊരു സഹോദരനാണ്, രക്ഷപ്പെടണമെങ്കിൽ 100% പറഞ്ഞിട്ടുണ്ട്. ഞാൻ പാവങ്ങളെ സഹായിക്കും. അത് കുറച്ച് പേര് എൻ്റെ ലിസ്റ്റിലുണ്ട്. ഓക്കെ, താങ്ക് യു.